അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ നോമ്പ് വന്നിട്ട് ഇന്ന് 8ആയി. 2 ദിവസം കൂടി കഴിഞ്ഞാൽ 10 നോമ്പ് കഴിഞ്ഞു ഗൈസ്. ഇത്ര പെട്ടെന്നാണല്ലേ. അതേപോലെ ഭയങ്കര ചൂടുമാണ്. ഇപ്പം തന്നെ ഞാൻ പുകഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്. നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. ചൂടാണോ അതോ ഭയങ്കര ചൂടാണോ, സഹിക്കാൻ പറ്റാത്ത ചൂടാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. വലിയ സ്പെഷ്യലൊന്നുമല്ല, എന്നാലും ഇപ്പം ഇന്നത്തെ സ്പെഷ്യൽ വന്നിട്ട് കല്ലുമ്മക്കായ് ഞെമണ്ടി പൊരിച്ചതാണ് കേട്ടോ. ഇത് എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ കല്ലുമ്മക്കായ് ഞെമണ്ടി പൊരിക്കണ ഒരു വീഡിയോ എടുക്കാന്നുള്ളത്. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ പണിയിലേക്ക് കടക്കാം ഗൈസ്. ഞാനിപ്പോൾ തന്നെ ചൂടെടുത്ത് പുകഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതും പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേറെ എന്തൊക്കെ ഉണ്ടാക്കണോ എന്നുള്ളതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷെ മെയിനായിട്ട് നമ്മൾ ഈ കല്ലുമ്മക്കായ് ഞെമണ്ടി പൊരിച്ചതാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലോ? ഓക്കെ, ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാം, നല്ല ടേസ്റ്റാണ്. ഇതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയാണ് ഇതിൻ്റെ മെയിൻ ആൾ. ഉമ്മാൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കൊക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ. ആദ്യം കുറേ ഉണ്ടാക്കും തറവാട്ടിൽ നിന്ന്, എന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തയക്കും ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ. കുറേ കല്ലുമ്മക്കായ് കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ഇതാണ് മനസ്സിലേക്ക് വന്നത്. ഇപ്പം ഉമ്മാൻ്റെ ഉമ്മ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു നല്ല മാസത്തിൽ നിങ്ങളെല്ലാവരും ദുആയിൽ എൻ്റെ മറ്റുമ്മനെ അതേപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ ഉപ്പനെ മരിച്ചുപോയ എല്ലാവരെയും ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ് ഇന്നലെ വാങ്ങി വെച്ചതാണ് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ് കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചല്ല ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പഠിച്ചോനെ എന്തൊരു ചൂട്, വേർത്ത് കൊട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പ് റാഹത്തായിട്ട് പോകുന്നു എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം ഗൈസ്. എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ കല്ലുമ്മക്കായ് ഞെമടി പൊരിക്കാൻ പോവാ. അപ്പോൾ അതാ നമ്മളെ പരിപാടി തുടങ്ങി. ഉമ്മ ദാ കല്ലുമ്മക്കായ് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം മാത്രമേ നമുക്ക് അതറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഞാൻ ഉള്ളിയൊക്കെ വേഗം മുറിച്ചിടാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പൊക്കുവട ഉള്ളിവടയൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ ഉപ്പ്, അതേപോലെ തന്നെ മുളക് പൊടി, പിന്നെ അതിലേക്ക് നമ്മൾ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്, കടലപ്പൊടി. അതാണ് നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിടി മൈദപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ഐറ്റം കല്ലുമ്മക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഞെമണ്ടി എടുത്തിട്ട് ഈ ഒരു പരിവാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതെടുത്ത് പൊരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബാക്കിയുള്ള പണിയും കൂടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ ബ്രെഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ടയിൽ വെച്ചിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കാമെന്ന്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട, പഞ്ചസാര, ഏലക്കായ ഒക്കെ മിക്സ് ആക്കിയിട്ട് അത് ഇതാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എണ്ണയിലിട്ടിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയാണ് കേട്ടോ, അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. ചെറിയ ചെറിയ പിടിയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ പിടിയാകുമ്പോൾ വെന്ത് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ചെറുതായിട്ടൊന്ന് സിമ്മിലിട്ടിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ മറ്റേ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് കൂടി ഒന്ന് വാട്ടായിരിച്ചു. ബ്രെഡ് വാട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുമില്ല, സിമ്പിളാണ്. ബ്രെഡ് എടുക്കുക, ഈ മുട്ടൻ്റെ ഈ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രൈ പാനിൽ വെക്കണം. കുറച്ച് നെയ്യ് ഉണ്ടെങ്കിൽ അതും കൂടെ അങ്ങനെ ഒറ്റിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ അതും ഉണ്ടാക്കി. പിന്നെ നമ്മൾ ബാക്കിയുള്ള നമ്മളെ കല്ലുമ്മക്കായ് ഞെമണ്ടി പൊരിച്ചതും കൂടെ മൊത്തത്തിൽ നമ്മൾ പൊരിച്ചെടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് ഇത്ര നേരം വൈകാനുള്ള കാരണം വേറൊന്നുമല്ല, ഇന്ന് രാവിലെ ഇതിൻ്റെ വീഡിയോ ആയിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ കറണ്ടും ഇല്ലായിരുന്നു, അതേപോലെ തന്നെ വൈഫൈയും കട്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ആയപ്പോൾ കറണ്ടില്ലെങ്കിൽ ഓൾറെഡി വൈഫൈ വർക്ക് ആവില്ല, അത് വേറെ കാര്യം. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഫോണിൽ ചാർജൊക്കെ കുറവായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നേരം വൈകിയത്. പിന്നെ നമ്മളെ പൊക്കുവടല്ല കല്ലുമ്മക്കായ് ഞെമണ്ടി പൊരിച്ചോട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഉപ്പ വന്നിട്ടുണ്ട്. മത്തി കേട്ടോ നമുക്കിന്ന് മീൻ കിട്ടിയത്. അപ്പോൾ ആ മീനും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കല്ലുമ്മക്കായ് ഞെമണ്ടി പൊരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എത്ര പേർക്ക് ഇഷ്ടമാവുന്നുണ്ട്, ഇഷ്ടമായില്ല എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. فتلك مظاهر لا 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 نحتاج